ലൈസൻസ് മേടിച്ച് ചേടാ എന്നെ കൊല്ല്. അവരൊന്നും അങ്ങനെ സമ്മതിക്കൂല. അന്നൊക്കെ ഞാൻ അന്തസ്സായിട്ട് വണ്ടി എടുത്തു. സെക്കൻഡ് ചാൻസിൽ ഫസ്റ്റ് ടൈം ഞാനതൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വണ്ടി 2 വീലർ ഓടിക്കുമ്പം ടി വി എസ് ഇല്ലേ, TVS 50 ഇല്ലേ, അതാണ് എനിക്ക് തന്നത്. എനിക്ക് സൈക്കിൾ ബാലൻസ് ഒന്നുമില്ല. TVS 50 മൈതാനത്ത്, കോട്ട മൈതാനത്ത്, സ്റ്റേഡിയം മൈതാനത്ത് ഓടിക്കാൻ പറഞ്ഞു. ഓടിച്ചു. ആദ്യമൊക്കെ ബുദ്ധിമുട്ടിയെങ്കിലും ഈ വാത്ത് പോകില്ലേ, താറാവ് പോകുന്നില്ല, ബാക്ക് അതുപോലെയൊക്കെ പോയി എങ്ങനെയൊക്കെ വണ്ടി ഓടിച്ചു. പിന്നെ ആള് പുലിയായി. അതിൽ എട്ടിട്ടു. ഈ കമ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എട്ടിടാൻ പറഞ്ഞപ്പോൾ ആദ്യം ബുദ്ധിമുട്ടി, പിന്നെ ഇതൊക്കെ ഇത്ര സിമ്പിൾ എന്നൊക്കെ അങ്ങനെ എട്ടിട്ടു എല്ലാം. പിന്നെ 4 വീല് പഠിച്ചു. അതും കുറച്ച് ബുദ്ധിമുട്ടി. ക്ലച്ചും ഇതൊക്കെ അറിയണ്ടേ. അവസാനം എല്ലാം അറിഞ്ഞു. അങ്ങനെ റോഡിലൊക്കെ ഹൈവേയിലൊക്കെ വണ്ടി ഓടിച്ചു. ഓഹോ എല്ലാം അറിയാം, ഇത്ര സിമ്പിൾ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റിന് പോയി. ടെസ്റ്റിന് പോയപ്പോഴുണ്ട് അവിടെ സണ്ണി പഴയ ഏതോ കുട്ടി വണ്ടി. എന്നിട്ട് എന്നെ ആദ്യം വിളിച്ചു. അതിന് മുൻപ് നന്നായിട്ട് ഞാൻ ഇവിടെ കെട്ടും എച്ചും എല്ലാം ഇട്ട ഞാൻ അവിടെ കുറേ പേര് മൈതാനത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല, മിണ്ടാതിരുന്നാൽ മതി. ഞാൻ അവർക്കിടയിൽ പോയിട്ട് എൻ്റെ ഒരു ട്രൈ അങ്ങ് ചെയ്തു. ആ ഒരു ഫസ്റ്റ് എട്ടിടുന്നതിൽ ഞാൻ സ്ലോ മോഷനിൽ പോയിട്ട് ചുവന്ന മണ്ണിൽ അങ്ങ് നിറയെ പേര് നിൽക്കുമ്പോൾ വീണു. ആ വീഴ്ചയിൽ കയ്യിൽ പെയിൻ്റൊക്കെ പോയി. അത് കഴിഞ്ഞു. നമ്മുടെ പേപ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ ടെസ്റ്റിന് വിളിച്ചു. ഫസ്റ്റ് ഈ ആൽഫബറ്റിക് എന്ന പോലെ എൻ്റെ പേപ്പർ ആദ്യം പോയതിൽ എട്ടിടാൻ എന്നെ ആദ്യം വിളിച്ചു. അത്രയും പേര് ആ മലമ്പുഴ അവിടെ മൈതാനത്ത് അത്രയും പേര് ഇരിക്കുക. അവരൊന്നും വിളിക്കാതെ എന്നെ ആദ്യം വിളിച്ചു. എൻ്റെ പേപ്പറാണ് അത്ര ഫസ്റ്റ് എട്ടിടാൻ വിളിച്ചു. എല്ലാവരും നോക്കി നിൽക്കുക. കുറേ പേര് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്ര ടെൻഷനില്ല. ഇത്രയും പേര് നോക്കി നിൽക്കുക, എന്നെ എട്ടിടാൻ വിളിച്ചു. ഇവിടെ TVSലിട്ട് ഞാൻ അവിടെ കുട്ടി വേണ്ടി തന്നപ്പോൾ ആദ്യത്തെ കമ്പിയിൽ പോയി ഇടിച്ച് ഗുദാഹവ എൻ്റെ എട്ട്. അവിടെ നിന്ന് പിന്നെ ആ വീഴ്ചയിൽ നിന്ന് പോയതെല്ലാം അങ്ങനെ എട്ടിടാൻ വിളിച്ചു. അതും എന്നെ ആദ്യം വിളിച്ചു. അവിടെ കിട്ടിയത് ഞാൻ ഇവിടെ ഓടിച്ച അതേ വണ്ടി തന്നെയാണ് കിട്ടി. പക്ഷേ ഇവിടുത്തെ കമ്പി ഹൈറ്റ് ഉണ്ടായിരുന്നു. അവിടെ അടിച്ചപ്പം ഹൈറ്റ് ഇല്ല. പിന്നെ എല്ലാത്തിലും റിബൺ കെട്ടി വെച്ചിട്ട് എച്ചിടാൻ പറഞ്ഞു. ഞാൻ എച്ച് എടുത്ത് മുന്നോട്ട് പോയി. ബാക്കിലേക്ക് വന്നപ്പോൾ ഒരൊറ്റ കമ്പിയിലേ ഇടിച്ചുള്ളൂ. പക്ഷെ അത്രയും കമ്പിയിൽ ആ കോർത്ത് കെട്ടിവെച്ച റിബൺ എല്ലാ കമ്പിയും വലിച്ചിട്ടു. അങ്ങനെ എൻ്റെ ആദ്യത്തെ എച്ചും പോയി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് രണ്ടാമത്തെ വട്ടം കാശ് ഒക്കെ എടുത്തപ്പം ഓരോ തവണ പൊട്ടിയാലും കാശ് കെട്ടണമെന്നുള്ള ബോധം വന്നപ്പം എടുത്തതാ ലൈസൻസ്. കാശ് കൊടുത്തിട്ടല്ല, നല്ലപോലെ ടെസ്റ്റിൽ പാസ്സായിട്ട്. പിന്നെ ഒരു സമാധാനം എന്നത് 20 രൂപയാണെങ്കിലും ജോലി ചെയ്ത് കിട്ടിയ കാശാണല്ലോ. ആരെയും പറ്റിച്ചോ മോഷണം നടത്തിയ കാശല്ലല്ലോ. അത് മാറ്റർ, അത് കറക്റ്റ്. സത്യം. ആരെയും പറ്റിക്കുന്നതൊന്നും നമുക്ക് നിലനിൽക്കില്ലല്ലോ. സത്യം. ചേച്ചി ഇന്ന് ലിയോ മെസ്സിയുടെ ബർത്ത്ഡേ ആണ്. മെസ്സിക്ക് ഒരു വിഷ് ചെയ്യോ? ലിയോ മെസ്സി ഹാപ്പി ബർത്ത്ഡേ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇനിയും ഒരുപാട് കളികൾ കളിക്കുവാൻ കഴിയട്ടെ. മെസ്സിയുടെ ആരാധകർ ഇന്ത്യയിലും കേരളത്തിൽ ഇവിടെ അരുൺ, ഒരുപാട് ആരാധകർക്ക് ഇനിയും മെസ്സിയുടെ കളി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുന്നുള്ളൂ. അരുൺ UFTS ചാനൽ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. നിങ്ങളുടെ ചാനൽ ഇപ്പോൾ ശരിക്കും അതുപോലെ തോന്നി. ഏതുപോലെ? UFTS മണി മുഴക്കുന്ന അതെന്താ മണി? അതെന്താണത്? ഓക്കെ, വെൽക്കം. UFTS എവിടെയാ സ്ഥലം? എന്തുണ്ട് വിശേഷം? ഫുഡൊക്കെ കഴിച്ചോ? വർക്കിലാണോ? മീരാസ് വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ന്യൂ മെമ്പേഴ്സ് വെൽക്കം ചെയ്താണ്. ചാനലൊന്ന് സബ് ചെയ്തേക്കണേ. എല്ലാ ദിവസവും രാത്രി നമ്മൾ കുസൃതി ചോദ്യമായിട്ടുള്ള അടിപൊളി ലൈവ് നൈറ്റ് 9 മണിക്കുണ്ട്, മറക്കല്ലേ. എല്ലാവരും വരും. ലോറി ലോഡ് കയറ്റിട്ട് വെറുതെ ഇരിക്കുന്നു ആണോ? കുട്ടികളെ ആശാൻ വിളിക്കുന്നു. ആശാന്റെ പിള്ളേരും ആശാൻ ഇനി വർക്ക് നടക്കട്ടെ. നമുക്ക് രാത്രി 9 മണിക്ക് കാണാം. വർക്ക് മുഖ്യം ബിഗില്. അതെ, വർക്കിന്